ടേണായിട്ടോ കാണുന്നു, ബീച്ച് കാണുന്നു, കോർഫക്കാൻ ബീച്ച്. സെക്കൻഡ് എക്സിറ്റ്. ഇതെന്താ ഇങ്ങനെ നല്ല സെറ്റപ്പ് അടിപൊളിയാണ് ബീച്ചിൽ. നമ്മൾ കോർഫക്കാൻ വാട്ടർഫോളിൻ്റെ അവിടെ എത്തി. ആർട്ടിഫിഷ്യൽ വാട്ടർഫോളാണ്, അതേതാണ്. അപ്പോൾ നമുക്ക് പാർക്കിംഗ് ഓപ്പോസിറ്റ് സൈഡിലാണ് കിട്ടിയത്. നമ്മളവിടെ പാർക്ക് ചെയ്തു. ഇത് അവിടെ നിന്ന് അങ്ങോട്ട് ബീച്ചും കാണാം കേട്ടോ, കോർഫക്കാൻ ബീച്ച്. നമുക്കിത് കഴിഞ്ഞിട്ട് ബീച്ചിൽ കുളിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നോക്കട്ടെ, ഇവിടെ ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അതെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കൂടി കാണിച്ചു തരാം. ഇതേനാ UAE കംപ്ലീറ്റ് ഈന്തപ്പഴമല്ലേ. ഇതേ ഇവിടെ ഒരു തെങ്ങ്, നാളികേരം ഉണ്ടായി നിൽക്കുന്നു, കണ്ടോ? ഇവിടെ നിറച്ച് തെങ്ങുകളാണ്. ഇതേനാ തെങ്ങുകൾ ഇവിടെയാണ് കാണുന്നത്. നോക്കിയ നാളികേരം മൂത്ത്. ഇതേനാ വാട്ടർഫോളിൻ്റെ നമ്മൾ അങ്ങോട്ട് സിബർ ലൈൻ ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ റെഡ് സിഗ്നലാണ്, നമുക്ക് ഗ്രീനായി ക്രോസ് ചെയ്യാം. അങ്ങനെ നമ്മൾ വാട്ടർഫോളിൻ്റെ അടിയിലേക്ക് എത്തി. ഇതേനാ വാട്ടർഫോൾ മുകളിൽ നിന്നാണ് ഒഴുകി വരുന്നത്, കണ്ടോ? നല്ല സൗണ്ടാണ്, കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ദാച്ചും കിട്ടും ലച്ചൊക്കെ പോകുന്നുണ്ട്. അവർ ഫോട്ടോന് പോസ്റ്റ് ചെയ്യണം. ഇതാണ് കോർഫക്കാനിലെ ആംഫി തിയേറ്റർ. ഒരു ഈജിപ്ത് മോഡലൊക്കെ ആയിട്ടുള്ള ഒരു ഈജിപ്ത് റോം അങ്ങനത്തെ ഒരു മോഡലായിട്ടുള്ള ഒരു ചെറിയൊരു കെട്ടിടം അതാണ് കേട്ടോ. രണ്ട് എന്താ തുറന്നിട്ടൊന്നുമില്ല തോന്നുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. നമ്മളൊരു യൂറോപ്പ് എത്തിയൊരു പ്രതീതി തോന്നുന്നില്ലേ, ഒരു റോമിൻ്റെ ഒക്കെ ഒരു ഭംഗി. ശരിക്കും അതുപോലെ തന്നെയുള്ളൊരു കെട്ടിടമാണ് കേട്ടോ അത്. ഇറ്റലി, റോം അങ്ങനെ ഒരു സ്ഥലം. അതിൻ്റെ മോഡൽ ഒരു കഫ്റ്റീരിയാസ് പോലെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പുറത്ത് KFC ഉണ്ട്. പിന്നെ നല്ല ഭംഗിയുള്ള കടലുണ്ട്. വിശദമായി ഈ വെയിലത്ത് അങ്ങോട്ട് പോകാനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവാണേ. പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പോവാന്ന് വിചാരിച്ചാലും തോന്നുന്നില്ല. അവിടെ നല്ല പടികളൊക്കെയുള്ള നല്ല അടിപൊളി സ്ഥലമൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇറ്റലിയുടെയൊക്കെ പടമെടുത്ത് കാണുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ഥലങ്ങളൊക്കെ കാണുന്നത്. നോക്കാം നമുക്ക് ജസ്റ്റ്, എന്നിട്ട് നമുക്ക് വേഗം തിരിച്ചു പോവാം. ഓ, അങ്ങോട്ട് നമുക്ക് പ്രവേശനം ഇല്ല കേട്ടോ. ആ സ്ഥലമാണ് പറഞ്ഞത്. റോം അങ്ങനത്തെ സ്ഥലത്തൊക്കെ പണ്ട് കാളപ്പോരൊക്കെ നടക്കുക അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നില്ലേ, അങ്ങനത്തെ ഒരു ശരിക്കും അതേ മോഡല്. കാണുന്നുണ്ടോ? ഇതാണ് ആംഫി തിയേറ്റർ. ഇനി നമ്മൾ അപ്പോൾ വാട്ടർഫോൾ കണ്ടു. ഇതാണ് വാട്ടർഫോള്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ബീച്ച് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ബീച്ചിൽ ഇറങ്ങാൻ പോവുകയാണ്. എല്ലാവരും ആകെ വിയർത്ത് കുളിച്ചിട്ടാണ് ഇരിക്കണത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബീച്ചിലിറങ്ങി ഒന്ന് കുളിച്ചിട്ടൊന്ന് ചില്ലായിട്ട് വരാം. അങ്ങനെ ഇതാ ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടി എല്ലാവരും ഡ്രസ്സ് മാറി ബീച്ചിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഓക്കെ, ഇതന്നെ. അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. ഇതാ സൈഡിലേക്കാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. ഇതന്നെ. അപ്പോൾ അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇതന്നെ നല്ല വെള്ളം കേട്ടോ, വെളിച്ചോടുണ്ട്. അപ്പോൾ ഞങ്ങളിനി വെള്ളത്തിലേക്ക് ഇറങ്ങട്ടെ.
ദേ അങ്ങനെ ബീച്ചിലേക്ക് ഇറങ്ങി. ഞാൻ വീഡിയോ എടുക്കണം കാരണം നല്ല തണുപ്പുണ്ട് കേട്ടോ, വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. പക്ഷെ ലച്ചു അത്രയ്ക്ക് പോവില്ല കേട്ടോ, ലച്ചുവിന് ഭയങ്കര പേടിയാണ്. അച്ചു ഇങ്ങോട്ട് നോക്ക്, ലച്ചു കിട്ടു. ലച്ചുവിന് പേടിയാ, ലച്ചു കുറച്ചേ പോവുള്ളൂ. ഞാനിനി ക്യാമറയൊക്കെ നനയും, അപ്പോൾ അത് കാരണം ഞാനും ഇറങ്ങട്ടെ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കയറിയിട്ട് കാണാം. ഇതാണ് കോർഫക്കാൻ ബീച്ചിൻ്റെ. ആൾക്കാർ കുറവാണ് കേട്ടോ. ഇത് ദുബായിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിറച്ച ആൾക്കാരായിരിക്കും ജുമേറ ബീച്ചിലൊക്കെ ഈ സമയത്തൊക്കെ. ഇവിടെ ഭയങ്കര കുറവാണ്. അവിടെ ഇരുന്നോ ലച്ചു, ഇരുന്നോ, നിനക്ക് ഇരിക്കലല്ലേ ഇഷ്ടം. അവർ മീൻ പിടിക്കണം നോക്ക്. മീനെ കിട്ടി, അവർക്കൊരു മീനെ കിട്ടി. മൂന്നാളും നല്ല കുളിയിലാണ് കേട്ടോ. നല്ല തണുത്ത വെള്ളമാണ് കണ്ടോ. അവിടെ ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ട്. നോക്കിക്കോ, അവിടെ ഡാൻസ് കളിക്കണത് ബീച്ചിൽ കേട്ടാ. അയ്യോ, ഇവിടെ നിൽക്കാം. കറക്റ്റ് കണ്ട അവിടെ കിട്ടും. അത് മാത്രമല്ല കൂടെ മണ്ണ് വരുന്നുണ്ട് ഈ കഴിച്ചതിൻ്റെ കൂടെ.